എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന് അവരവകാശപ്പെടുന്ന ഒരു ഷോയുടെ 7ാമത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ടാണ്. ഇല്ല, ഇതിനകത്ത് അഗ്നി എവിടെ? നിങ്ങൾ ഈ പേരിനകത്ത് എഴുതി കാണിക്കുമ്പോൾ കുറേ തീപ്പൊരിയൊക്കെ സ്ക്രീനിട്ട് പറിക്കുന്നല്ലാതെ അഗ്നി എവിടെ? പോട്ട്, അഗ്നി വേണ്ട, ഒരു തീപ്പെട്ടിക്കുള്ളി ഒരച്ചിനൊന്ന് കാണിച്ചു തരാമോ? അതും ബുദ്ധിമുട്ടാണെങ്കിൽ 2 മെറ്റൽ ഞാൻ തരാം, തമ്മിലിങ്ങനെ ഉരച്ചിട്ട് ഒരു തീ പൊരിയെങ്കിലും കാണിച്ചു തരുമോ? ഇത് നെഗറ്റീവ് പറയണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താമസിക്കൂല. പിള്ളേർ സ്കൂളിൽ പോലും ഇമ്മാതിരി ഗെയിമൊന്നും കളിച്ച് പറ്റിക്കൂല. അങ്ങാതിരി ഗെയിം കളിച്ചിട്ടാണ് ഇവർ പറ്റിക്കുന്നത്. ഗെയിം അതീവ പരിതാപകരമായിരുന്നു. പക്ഷേ ഇതിൻ്റെ മുമ്പത്തെ ഒരു ടാസ്ക് എനിക്ക് ഇഷ്ടപ്പെട്ട്. ആ ടാസ്കിലേക്കൊക്കെ നമുക്ക് വരാം. ആസ് യൂഷ്വൽ എല്ലാ തവണത്തെയും പോലെ ഒരു കാര്യമില്ലാതെ ടീം അംഗങ്ങളെല്ലാം 4ആയി തരംതിരിക്കണം. 4ആയിട്ട് തരംതിരിക്കാനായിട്ട് ഇവരുടെ കയ്യിലൊക്കെ ഓരോ സ്മൈലി കൊണ്ട് കൊടുത്ത്, നമ്മുടെ വാട്സപ്പിനകത്ത് മെസ്സേജ് അയക്കുമ്പോൾ കാണുമല്ലോ, ഈനിച്ചിരിക്കുന്ന തലയിൽ ഇങ്ങനെ സർക്കിൾ കറങ്ങുന്ന ഇല്ല കൊമ്പുള്ള ഇങ്ങനെ കുറേ സ്മൈലികൾ കൊടുത്തു. ഏതാണ്ട് ഈ സ്മൈലികളുടെ അടിസ്ഥാനത്തിൽ ഇവരെ 4ആയി തരംതിരിച്ചു. ഇതുകൊണ്ട് മുകളിലിരിക്കുന്ന ഈ തല കൂടെ കറങ്ങുന്ന സ്മൈലി ഒന്ന്, പിന്നെ അവിടെ ഈ കണ്ണടച്ച് കാണിക്കുന്ന സ്മൈലി ഒന്ന്, അങ്ങനെ ഇവരെ ഒരു ടീം. അതിനുശേഷം പോകുന്നില്ലല്ലോ, ഇവരെ അടുത്ത ടീം. ഇങ്ങനെ 4ആയിട്ട് ഈ ടീമിനെ തരംതിരിച്ചു. ഈ 4ആയിട്ട് ഈ ടീമിനെ തരംതിരിച്ചിട്ട് ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നലെ ചെയ്തതുപോലെ തന്നെ ഇതിൽ നിന്നും ഒരാളെ വിളിക്കും. അയാൾ ഇവിടെ വരുമ്പോൾ അയാൾക്കൊരു ടോപ്പിക് കൊടുക്കും. ആ ടോപ്പിക്കിനെ കുറിച്ച് അവർ തുടരെ സംസാരിക്കണം. ആ സംസാരത്തിൽ നിന്നും ഇവർ ജഡ്ജസിനെ പ്രീതിപ്പെടുത്തണം. ഇതാണ് സാധനം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇവരുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് സംസാരിക്കാൻ പറ്റുന്ന ഇവരുടെ സ്ട്രോങ് പോയിന്റാണ് സംസാരിക്കാനായിട്ട് കൊടുക്കുന്നത്. കഴിവുള്ളവർ ഇത് നന്നായി ഉപയോഗിക്കുന്നുണ്ട്, കഴിവില്ലാത്തവർ പോയി ഇളിച്ച് കാണിച്ചിട്ട് തിരിച്ചു വരുന്നുണ്ട്. നമ്മൾ കാണുന്നത് ഒരു കട്ട് ചെയ്തിട്ടുള്ള വേർഷനാണ്, എഡിറ്റഡ് വേർഷനാണ് നമ്മൾ കാണുന്നത്. ആയതിനാൽ ഇത് അവർക്ക് കിട്ടിയൊരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടൂല. അപ്പോൾ അവരവിടെ ഇരുന്ന് കണ്ടിട്ട് പട്ടി എറിയുന്ന പോലെ കിടന്ന് മോങ്ങുന്നുള്ളൂ. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് മോങ്ങൽ വന്ന സാധനത്തിന് അവർക്ക് മോങ്ങൽ വന്നില്ല, അവർക്ക് മോങ്ങൽ വന്ന സാധനത്തിന് എനിക്ക് മോങ്ങൽ വന്നില്ല. ഇനി എൻ്റെ എന്തെങ്കിലും സിഗ്നൽ കട്ടായി കിടക്കുവാണോ എന്ന് ഞാൻ ചിന്തിച്ചു. ആദ്യം നമ്മുടെ അഭിറാമാണ് വന്നത്. അഭിറാമിന് കിട്ടിയത് ഇച്ഛാശക്തി, വിൽ പവർ എന്ന് പറയുന്ന സാധനമാണ്. അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്കതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അഭിറാമിൻ്റെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ പുള്ളിയുടെ പെർഫോമൻസിൽ അങ്ങനെ ഭയങ്കര അൽക്കിടിലായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. രണ്ടാമത് വന്നാക്ക് കിട്ടിയത് അമ്മ തോയി അമ്മയ്ക്ക് മകന്, അമ്മയാണ് കിട്ടിയത്. അത് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു. പുള്ളിക്കാരൻ ഒരുപാട് കാര്യങ്ങൾ വളരെ നന്നായിട്ട് പറഞ്ഞു. നമ്മൾ മീൻസ് ഇമോഷൻ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകളിലേക്ക് കണക്റ്റ് ആവും. പ്രത്യേകിച്ച് അമ്മ എന്ന് പറയുന്നത് പല ആളുകൾക്കും ഒരു വികാരമാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കഥ എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ അമ്മ വിഷം കഴിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ പുള്ളിക്കാരൻ പോയി ചോദിക്കുന്നു, അമ്മ വിഷമാണോ, എന്തിന് നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞ് ജീവിതം കെട്ടിപ്പിടിച്ച് അമ്മയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന നമ്മുടെ KGF റോക്കി ബൈ ടോൺ 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 ടോ ആ ഒരു സെറ്റപ്പ് സാധനമാണ് ഇദ്ദേഹം പറഞ്ഞത്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ എന്തും വെട്ടിപ്പിടിക്കാൻ തയ്യാറാണെന്നുള്ള സാധനമാണ് പറഞ്ഞത്. സാധനം എനിക്ക് കണക്റ്റായി, കാരണം ഞാൻ എൻ്റെ അമ്മയോട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. സോ സംഭവം എനിക്ക് കണക്റ്റായി. അതിൽ നിന്ന് ഒരു ചെറിയ ഭാഗം നമുക്ക് കാണാം. അമ്മയുടെ കണ്ണീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും എനിക്കെന്തോ ഡൗട്ട് തോന്നിയിട്ട് ഞാൻ അമ്മയോട് കേട്ടു, അമ്മ നമ്മള് മരിക്കാൻ പോവാണോ. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്ത് പരിതാപകരമായിരിക്കും. ഏതൊരവസ്ഥയിലായിരിക്കും ജീവൻ അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ റിയാസ് അവിടെ ഇരുന്ന് പൊട്ടി കരയുന്നത് കണ്ട്, റിയാസിനെ ഒന്നും അങ്ങനെ കരഞ്ഞ് ഞാൻ കാണുന്നില്ല. ആര് എന്ത് പറഞ്ഞാലും റിയാസിൻ്റെ ഞാൻ കണ്ടിരുന്നൊരു എക്സ്പ്രഷൻ അതാണ്, റിയാസിൻ്റെ കണ്ടിരുന്നൊരു എക്സ്പ്രഷൻ. പക്ഷെ റിയാസ് ഇരുന്ന് കരയുന്നത് കണ്ടു. ഈ സാധനം എനിക്കും അത്യാവശ്യം ഉള്ളിക്കൊണ്ടു പുള്ളിയുടെ കാര്യം. സോ നമ്മൾ ഇന്നലെ മാർക്ക് കൊടുക്കുന്ന ടെക്നോളജി ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം കണ്ട അഭിറാമിന് ഞാനൊരു 2 or 2.5 കൊടുക്കും. എനിക്കതൊരു തരത്തിലും കണക്റ്റ് ആയില്ല. രണ്ടാമത് ഇദ്ദേഹം പുള്ളി ഈ ജോലിക്ക് കിടന്ന് കഷ്ടപ്പെട്ട് ജോലി കിട്ടിയില്ല, പിന്നെ ജോലി കിട്ടി, അങ്ങനെ കഷ്ടപ്പെടാൻ തന്നെ പറഞ്ഞു. പക്ഷേ എനിക്കത് എൻ്റെ വേവിട്ട് കണക്റ്റ് ആയില്ല. നിങ്ങൾക്ക് എതിരഭിപ്രായം കാണും കേട്ടോ. പിന്നെ ഇദ്ദേഹത്തിന് ഞാനൊരു 10 9 മാർക്ക് കൊടുക്കും. ഓക്കെ, ഫൈൻ. അതിനുശേഷം ഈ പുള്ളിയുടെ കഥ ആ കണ്ടസ്റ്റൻസിനെയും നമ്മളെ പുള്ളിക്കാരനുണ്ടല്ലോ എല്ലാവരെയും മാക്കനെ കരയിച്ച്. അതിനുശേഷം അടുത്ത വന്നത് നമ്മുടെ ഈ കുട്ടിയാണ്, നമ്മുടെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കാത്ത കുട്ടി. എന്ത് പറഞ്ഞാലും എടുത്ത് തുള്ളിച്ചാടും, ഹൈ തുള്ളിച്ചാടുന്ന പെൺകുട്ടി വന്നിട്ട് പുള്ളിക്കാരിക്ക് കിട്ടിയത് ആത്മവിശ്വാസമാണ്. പുള്ളിക്കാരി പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം ഫീൽ ചെയ്തു.
അതായത് പറഞ്ഞ ആ ഒരു ശൈലിയിൽ, അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്, അവർ ആ സാധനം കാണിക്കുന്ന ആക്ഷൻ, എക്സ്പ്രഷൻ, അതിലൊക്കെ എനിക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്തു. പക്ഷേ ആ പറഞ്ഞ സാധനത്തിനകത്ത് എനിക്ക് ആ കണ്ടന്റിൽ എനിക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്തിട്ട്, കോൺഫിഡൻസിനെ കുറിച്ച് തന്നെയാണോ പറയുന്നത്, അത് വേറെ എന്തെങ്കിലും ആണോ എന്ന് വരെ എനിക്ക് തോന്നി. എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ, നിങ്ങൾക്ക് ചിലപ്പം എതിരഭിപ്രായം ഉണ്ടാവും. അതിനുശേഷം അടുത്ത് വന്നത് നമ്മുടെ വിശാഖോ പുള്ളിക്കാരൻ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്താലും സൂപ്പറാണ്. എന്നെ ഇൻസ്റ്റയിൽ തിരിച്ച് ഫോളോ ചെയ്തു, ഞാൻ ഫോളോ ചെയ്തപ്പോൾ തിരിച്ച് ഫോളോ ചെയ്തു. ഇദ്ദേഹം സൂപ്പർ, ഇദ്ദേഹം കിട്ടില്ല. ഇദ്ദേഹത്തിന് കുട്ടിക്കാലമാണ് കിട്ടിയത്. ഈ പുള്ളിക്കാരൻ കുട്ടിക്കാലത്തെക്കുറിച്ച് വളരെ നല്ല ഓർമ്മകൾ അല്ലാത്ത കുറേ ഓർമ്മകൾ പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറിയും എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി. ആ സാധനത്തിനകത്ത് പറയുന്നത്, വളരെ കൊച്ചിലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയി. അതിനുശേഷം അമ്മയാണ് നോക്കി വളർത്തിയത്. അമ്മയ്ക്ക് ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേന് നോക്കി വളർത്താൻ ഭയങ്കര പ്രയാസമുള്ളൊരു സാഹചര്യത്തിലേക്ക് പോയി. അങ്ങനെ അനാഥാലയത്തിൽ കൊണ്ട് ഇദ്ദേഹത്തെ വിട്ടു. അവിടുന്ന് അമ്മയും ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, ഇദ്ദേഹത്തിൻ്റെ സഹോദരനെ ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഇപ്പോഴും അച്ഛൻ്റെ തിരിച്ചുവരവ് ഓർത്ത് കാത്തിരിക്കുകയാണ്. സത്യമായിട്ടും ബ്രോ, ഈ സാധനം കണ്ടപ്പോൾ ഞാൻ കുത്തിയിരുത്ത് കരഞ്ഞു. കാരണം ഞാൻ എൻ്റെ ഫാദറിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറിയാമല്ലോ, അച്ഛനും അമ്മയൊക്കെ സ്നേഹമുള്ളവർക്കൊക്കെ ആ സാധനം കറക്റ്റായിട്ട് കണക്ട് ആകത്തുള്ളൂ. സോ എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് ആയി, എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഒരു ചെറിയ ഭാഗം ഒന്ന് കാണിക്കാം. ഇപ്പോൾ അമ്മയ്ക്ക് എന്താ പറയുക, പഠിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഓർഫനേജിലാക്കി ഞങ്ങളെ. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന ഏറ്റവും മോശം അനുഭവങ്ങളൊക്കെയാണ്. ഞാൻ ഈ അഗ്നിപരീക്ഷ തുടങ്ങിയ സമയത്ത് ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിലും മറ്റുള്ളവരുടെ കമൻറ്റ് ബോക്സിലും ഒക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്, അവരൊക്കെ എങ്ങനെയാണ് കോമണേഴ്സ് ആകുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലൂടെയാണ് എനിക്ക് പലതും മനസ്സിലായത്, ഇവരൊക്കെ എങ്ങനെയാണ് കോമണേഴ്സ് ആകുന്നതെന്നുള്ളത്. ഇവരെല്ലാം കോമണേഴ്സാണ്. ആ കോമണേഴ്സിൽ നിന്ന് അവരുടെ വിൽ പവർ കൊണ്ട്, അവരുടെ കഴിവുകൾ കൊണ്ട്, അവരുടെ കഠിനാധ്വാനം കൊണ്ടിട്ട് കയറി വന്നിരിക്കുന്ന ആളുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാളുടെ അച്ഛൻ പോകുന്നു, അയാളുടെ അമ്മ പോന്നു, അയാളുടെ സഹോദരൻ പോന്നു, അയാൾ ഒറ്റയ്ക്ക് പൊരുതി വിദേശത്ത് ജോലി കണ്ടുപിടിച്ച് പോയി സ്റ്റേബിൾ ആവുന്നു. നമ്മളായിരുന്നെങ്കിലോ, അയ്യോ അച്ഛൻ പോയി, അയ്യോ അമ്മ പോയി, അയ്യോ കാശില്ല എന്നും പറഞ്ഞിട്ടിരുന്നേനെ. ഇനി മറ്റേ ആള് പറഞ്ഞപ്പോഴത്തേനും വിഷം വാരി തിന്നാനുള്ളൊരവസ്ഥയിൽ നിൽക്കുക. നമ്മളാണെങ്കിൽ എന്താ, ഒരു നിവൃത്തിയില്ല, വെച്ചം തിന്നാം, ചത്താളയങ്ങ് എന്ന് ചിന്തിക്കും. അവരവിടെ കാണിച്ച് അവരെടുത്ത് വെച്ചൊരു സ്റ്റെപ്പാണ് നമുക്ക് എടുത്തു വെക്കാൻ പറ്റാത്തത്, നമ്മൾ പലർക്കും എടുത്തു വെക്കാൻ പറ്റാത്തത്. ഇനി ഇതിനുശേഷം നമ്മുടെ വിശാല പുള്ളിയുടെ ഞാൻ കുറെ ചെയ്യും, തുരുയെ ഞാൻ അടിക്കും. ഞാൻ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് ഒരു ക്ലിപ്പ് കൂടെ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഫുൾ പോസിറ്റീവ്. പുള്ളി അഗ്നിപരീക്ഷ കയറുന്ന കോമണറുള്ള ഒരാൾ ഇദ്ദേഹമാണ്. എന്നെ ഫോളോ ചെയ്തു, ഇദ്ദേഹമാണ് കയറുന്നത്, വേറെ കഥയൊന്നുമില്ല. ചേട്ടൻ ഇപ്പം എൻ്റെ അടുത്തില്ല, ചേട്ടൻ മരിച്ചുപോയി. അച്ഛൻ എവിടെയെങ്കിലും ഈ മുക്കിലും ഫോണിൽ ഉണ്ടെങ്കിൽ ഇത് വാഴയില മ്യൂസിക് ഒക്കെ ഇട്ട് മനുഷ്യനെ കരയിപ്പിക്കുന്ന ബിഗ് ബോസിനോട് എനിക്ക് മുന്നേ പറയാനുള്ളൂ, ഒരു തോന്നിയ ദിവസം കാണിക്കരുത് കേട്ടോ. അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കരഞ്ഞ് മനുഷ്യൻ പിന്നെ പുളിച്ചു ഒന്ന് നീന്തിപ്പോയി കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലോട്ടാണോ ആക്കുന്നത്? വേറെ സ്ഥിതി. ഞാൻ തുടങ്ങിയപ്പോൾ മുതൽ 7 എപ്പിസോഡായി ഞാൻ തീയിപ്പോൾ വരും ഡ്രാഗൺ കുഞ്ഞ് പോന്ന് തീ തുപ്പോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഡ്രാഗൺ കുഞ്ഞ് പോയിട്ട് ഒരു പല്ലി പോലും അവിടെ ഒന്നുമില്ല. എന്തോന്ന് അഗ്നിപരീക്ഷ ഇത് ശരിക്കും നമ്മൾ കണ്ടിരിക്കുന്നത്. നമുക്കാണ് അഗ്നിപരീക്ഷ, കൊള്ളാട്ടോ, നല്ല. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് കിട്ടിയത് സുഹൃത്ത്. പൊന്നടാവേ, ഒരു സുഹൃത്ത് ഈ പുള്ളീനെ ദത്തെടുത്തു. ഇതാണ് സംഭവം. പുള്ളിക്കാരൻ്റെ ആക്ടിങ്ങിലേക്ക് കടക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം. അങ്ങനെ കഷ്ടപ്പാടുകൾ സംഭവിക്കുന്നു. അച്ഛന് ഒരു വയ്യാണ്ടാവുന്നു, അച്ഛൻ്റെ ഒരു ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെടുന്നു. ഇദ്ദേഹം നോക്കി വളർത്തുന്നു. നാട്ടുകാരെല്ലാം ജോലിക്ക് കോള കളിച്ച് നടക്കാമെന്ന് പറയുന്നു. ആ സമയത്തും ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്ത് ഞാനുണ്ടോ മുത്ത് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഫ്രണ്ട്. ഇതാണ് കഥ. എനിക്ക് തീരെ കണക്റ്റ് ആയില്ല. എനിക്ക് കണക്റ്റ് ആകാത്തതിൻ്റെ കാരണം, എന്നെ സഹായിച്ച ഫ്രണ്ട്സിനേക്കാൾ ഉപരി പിന്നിൽ നിന്ന് കുജാന്ന് കുത്തിയ സുഹൃത്തുക്കളാണ് വളരെയധികം കൂടുതൽ. സഹായിച്ച സുഹൃത്തുക്കളുണ്ട് കേട്ടോ, കൂടെയൊക്കെ സുഹൃത്തുക്കളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതലും കുത്തിരിക്കുന്നത് മുതുകത്തുള്ള കുത്താണ്. ഒരുമാതിരി കട്ടപ്പാനയാണ് എനിക്ക് സുഹൃത്തെന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഓർമ്മ വരുന്നത്. സോ എനിക്ക് വലുതായിട്ട് കണക്റ്റ് ആയില്ല, സോറി കേട്ടോ. അത് കേട്ടാൽ കണക്റ്റ് ആകുന്നവരുണ്ടായിരിക്കും. അതിനുശേഷം നമ്മുടെ ഈ പുള്ളിക്കാരിക്ക് വന്നതാണ് മദർ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ആദ്യം ഒരു അമ്മയുടെ കിട്ടിയപ്പോഴത്തെ, അതായത് ഇവർക്ക് 2 പേർക്കും അമ്മയാണ് കിട്ടിയത്. സോ ഇവരെന്താണ് ഇവരുടെ സ്ട്രോങ് പോയിന്റ്, അതാണ് ഇവർക്ക് സംസാരിക്കാൻ കൊടുക്കുന്നത്. ഇവർക്ക് സംസാരിച്ച് ഫലിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ കത്തും. സംസാരിച്ച് ഫലിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, ഞാൻ
ഫിസിക്കലി സ്ട്രോങ് ആണ്, ഞാൻ മെന്റലി ബുദ്ധിമാനാണ്, പക്ഷെ സംസാരിക്കാൻ പറ്റില്ല, അതാണെങ്കിൽ ഔട്ട് ആവുമെന്നാണ് എൻ്റെ അർത്ഥം. അപ്പം ആദ്യത്തെ അദ്ദേഹം വന്ന് അമ്മ എന്ന് പറയുന്ന ഒരു എക്സ്പെക്ടേഷൻ അടിച്ചു വെച്ചു. ഇവർക്കത് അത്രയും എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് കണക്ട് ആയില്ല. എൻ്റെ തെറ്റായിരിക്കും, വിട്ടോളാം കേട്ടോ, ക്ഷമിച്ചാ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വന്നപ്പോൾ ഇവരെ എല്ലാം പിടിച്ചിട്ട് ഈ 4 ടീമുകളെ പിടിച്ച് സ്റ്റേജിൽ കൊണ്ടുവന്നു. ടാസ്ക് കളിക്കണമല്ലോ. ടാസ്ക് ഏതാ? അഗ്നി ജ്വാലയായി പൊട്ടിത്തെറിക്കുന്ന ടാസ്ക്. വോൾക്കാനോ, അതിനെന്ത് മലയാളത്തിൽ പറയുന്നത്? വോൾക്കാനോ, മറ്റേ മലയിൽ നിന്നും തീ പൊട്ടിത്തെറിച്ച് വരുന്ന അഗ്നിപരീക്ഷയ്ക്കുള്ള 2 ടീമാട്ടോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാ ഈ ടീമൊക്കെ തിരിച്ച് കഷ്ടപ്പെടുന്നേ? മുട്ടായി പെറുക്കലും സൂചി നൂല് കൊടുക്കലും ഇതിനൊക്കെ എന്തിനാ ടീം? ഇതുവരെയായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. എന്തിനാ ഇതിനൊക്കെ ടീം? ഉള്ള എനിക്ക് ഈ പേരൊന്നും മാറ്റായിരുന്നു കേട്ടോ. അഗ്നിപരീക്ഷ എന്ന് മാറ്റിയിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും അംഗനവാടി പരീക്ഷ എന്നിടായിരുന്നു. സത്യമായിട്ട് ബിഗ് ബോസ് ഗെയിംസ് ഒക്കെ അതീവ പരിതാപകരമാണ്. അപ്പോൾ അഗ്നി വരട്ടെ, ഇവരുടെ ബ്രെയിൻ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഗെയിമുകൾ വരട്ടെ. ആ മാരാരവിടെ വന്നിരിക്കില്ലേ, അയാളും കൂടെ അപമാനിക്കുന്ന പോലെ ഈ പേട്ട് സാധനത്തിനൊക്കെ അയാൾ മാർക്ക് ഇടണമെന്ന് പറഞ്ഞാൽ ഇമാതിരി കൂതറ ഗെയിംസിന്. അപ്പം ഗെയിമിൻ്റെ പവർ വരട്ടെ കേട്ടോ. ഗെയിം പറയുന്നുണ്ടൊന്നും തോന്നില്ല, തോൽവിയാണ്. ഈ 6 ദിവസം നെഗറ്റീവ് പറയാതെ ഞാൻ പിടിച്ചു നിന്നേ, നടക്കൂല, മോശമാണ് ഗെയിം, ഭയങ്കര മോശമാണ് കേട്ടോ. അപ്പോൾ 2 ടീം, ഇതാണ് റെനീഷ വിജയൻ്റെ ടീം, ഇതാണ് അഖിൽ മാരാറുടെ ടീം. ഈ 2 ടീമുകൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഓക്കെ, ഏറ്റുമുട്ടുക തന്നെ ചെയ്തു. ഇവർക്ക് കൊടുത്ത ടാസ്ക് എന്തെന്നറിയോ? അഗ്നി തീ പാറുന്ന ടാസ്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കുറേ ഗ്ലാസ്സുകൾ ഇരിക്കുന്നുണ്ടോ? 50 പിങ്ക് ഗ്ലാസും 50 മറ്റേ കളർ ഗ്ലാസ്സും ഉണ്ട്, മൊത്തം 100 ഗ്ലാസ്. അപ്പോൾ ഇതിൽ 3 പേര് ആദ്യം വരണം. അതായത് ഈ ടീമിൽ നിന്ന് 3 പേര് വരണം, ഈ ടീമിൽ നിന്ന് 3 പേര് വരണം. ഈ ടീം ഗ്ലാസ് എല്ലാം ഇങ്ങനെ വെക്കണം, ഈ ടീം ഗ്ലാസ് എല്ലാം ഇങ്ങനെ വെക്കണം. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്ലാസ് ഇങ്ങനെ ആണ്ടിരിക്കുന്നെങ്കിൽ ഇവർ ജയിച്ചു, ഏറ്റവും കൂടുതൽ ഗ്ലാസ് ഇങ്ങനെ ആണ്ടിരിക്കുന്നെങ്കിൽ ഇവർ ജയിച്ചു. ഇതാണ് സംഭവം. അപ്പോൾ ആദ്യം 3 പേര് വന്ന് വെക്കുന്നു. എത്രാണ്ട് സമയം കഴിയുമ്പോഴത്തേന് ഈ 3 പേര് പോയി ആ ടീമിൽ നിന്ന് തന്നെ മൊത്തം 6 പേരായിട്ടുള്ള, ഒരു ടീമിൽ 6 പേരാണല്ലോ. ആദ്യം 3 പേര് ഇവിടുന്ന്, 3 പേര് അവിടുന്ന്. അത് കഴിയുമ്പോൾ ഈ 3 പേര് റിട്ടയർ ആവും, അടുത്ത 3 പേര് കയറും. ഇങ്ങനെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഈ ഗ്ലാസ് കമത്തി വെക്കുന്നത്. ഗ്ലാസ് കമത്തി വെക്കുന്നതൊക്കെ ഒരു ടാസ്ക്. നന്നായിരിക്കുന്നു, ഒന്നും പറയാനില്ല, നന്നായിരിക്കുന്നു. നമുക്ക് ടാസ്കിലേക്ക് പോവാം. ബിഗ് ബോസ് അതിനും കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചോണ്ട് വന്ന ടാസ്ക് അല്ലയോ? എന്നിട്ട് ലാലേട്ടൻ ബുക്കും പിടിച്ചോണ്ട് വന്നിട്ട് ടാസ്ക് ബുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ടാസ്കിനകത്തുണ്ടെന്ന് അങ്ങേരെയും കൂടെ ചീത്ത പെരുകേൽപ്പിക്കാനായിട്ട്. ശരി, ടാസ്കിനകത്ത് സംഭവിച്ച രസകരമായ 1-2 മുഹൂർത്തങ്ങൾ എന്തെങ്കിലും പറയണമല്ലോ, നമുക്ക് കാണാം. ആദ്യം തുടങ്ങിയപ്പോഴത്തേനും സംഭവം നൈസായിരുന്നു കേട്ടോ. തുടങ്ങിയപ്പോഴത്തേനും ഈ ടീമിൻ്റെ വലിയ കുഴപ്പമില്ലാതെ നൈസായിട്ട് പോയി. രണ്ടാമത്തെ കുറച്ച് ഗെയിം അങ്ങോട്ട് പോയപ്പോഴത്തേനും ഇത് എങ്ങനെയാണെന്നറിയോ? ക്രോണിക് ബാച്ചിലറിനകത്ത് നിങ്ങൾ ഓർമ്മയുണ്ട്, ഒരു പുള്ളിക്കാരൻ കുടിച്ചിട്ട് ഇന്നസെൻറ്റിൻ്റെ പാൻറ്റൊക്കെ വലിച്ചു ഊരുന്നേ, അതേപോലത്തെ ഒരു സെറ്റപ്പിലേക്ക് സാധനം പോയി. ഇവർ അത്യാവശ്യം ഡീസൻ്റായിട്ട് കളിച്ചു. ഈ ആദ്യം വന്ന ടീമുകൾ അത്യാവശ്യം ഡീസൻ്റായിട്ട് കളിച്ചു. അങ്ങനെ ഒരു ടീം ജയിച്ചു, ഗ്ലാസ് കമത്തി വെച്ച ഒരു ടീം ജയിച്ചു. അത് ഇപ്പോൾ ഏത് ടീമാണെന്ന് പറഞ്ഞിട്ട് വലിയ കഥയൊന്നുമില്ല. മോശം പെർഫോമൻസ് ഉള്ളവനെ പിടിച്ച് ഔട്ട് ഹൗസിൽ വിടും, ഔട്ട് ഹൗസിൽ നിന്ന് അവനെ എല്ലാം വിളിച്ച് നിർത്തിട്ട് കടപ്പടി ഇറങ്ങിയപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചില്ല. ഇതാ സംഭവം. അപ്പോൾ ഏത് ടീം ജയിച്ചാലും വലിയ കാര്യമൊന്നുമില്ല. ടാസ്ക് എങ്കിലും നല്ലതായിരുന്നു, നമുക്ക് അതിനെ ന്യായീകരിക്കായിരുന്നു. ഇത് ടാസ്കിലും ഒരു തേങ്ങയില്ല. ഗ്ലാസ് എടുത്ത് കമത്തി വെക്കുക, ഗ്ലാസ് എടുത്ത് തിരിച്ചു വെക്കുക, ഗ്ലാസ് എടുത്ത് കമത്തി വെക്കുക, ഗ്ലാസ് എടുത്ത് തിരിച്ചു വെക്കുക. ഓരോ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോഴും അതിനകത്തൊന്നും തീപ്പൊരി, ഇങ്ങനെ തീ തുപ്പും. ഓരോ ഗ്ലാസ് തീപ്പൊരി, അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ് തുപ്പും. അതാണ് അഗ്നിപരീക്ഷ. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ ടീം. അതിൽ ഏതോ ഒരു ടീം ജയിച്ച്. ഇനിയിപ്പോൾ വലിയ കഥയൊന്നുമില്ല, മാരാറുടെ ടീം അല്ല ജയിച്ചത്. ശരി, രണ്ടാമത് വന്നപ്പോഴത്തേനും ഇതാണ് റെനീഷയുടെ ടീം, ഇതാണ് അഖിൽമാരാർ. അയ്യോ, ആദ്യത്തെ മാരാറല്ലോ, മറ്റേ ഏതൊരു ടീം ജയിച്ചു, ഏത് ടീമാണ് ജയിച്ചെന്ന് അറിഞ്ഞിട്ടൊന്നും വലിയ കഥയൊന്നുമില്ല. ഇതൊക്കെ ഒരു ടാസ്ക്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാനും കാണാൻ നിങ്ങളും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. ശരി, ഇതാണ് ടാസ്ക്. ഇത് തന്നെ ഗ്ലാസ് തിരിച്ചു വെക്കണം, കമത്തി വെക്കണം, തിരിച്ചു വെക്കണം, കമത്തി വെക്കണം. അപ്പോൾ ആദ്യത്തേത് ആരാദ്യം തിരിച്ചു വെക്കും, ആരാദ്യം കമത്തി വെക്കും എന്നവർ തീരുമാനിച്ചു. അപ്പോഴാണ് ഇവർക്ക് ടെക്നിക്ക് പിടികിട്ടി. ഗ്ലാസ് ഇങ്ങനെ വെക്കുമ്പോഴത്തേനും ഇതിൻ്റെ അടിഭാഗം ചെറുതായതുകൊണ്ട് ഇരിക്കാൻ പാടാം. ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ വാ വലുതായതുകൊണ്ട് ഇരിക്കാൻ എളുപ്പം. അപ്പം 2 പേർക്കും ഇത്തവണ വാ വെക്കണം. ഞാൻ വാ വെക്കും, നീ വാ വെക്കും. ഇതാണ് ഇവരുടെ പ്രശ്നം. അങ്ങനെ ലാസ്റ്റ് റഫറിയുടെ തീരുമാനം അന്തിമമാണെന്ന് പറയുന്ന പോലെ നമ്മളെ IPL ഒക്കെ തുടങ്ങുന്ന നേരം, BCCയുടെ ക്രിക്കറ്റൊക്കെ തുടങ്ങാൻ നേരം, ICCയുടെ ക്രിക്കറ്റൊക്കെ തുടങ്ങാൻ നേരം ടോസ് ഇടുന്ന പോലെ ഇവർ ടോസ് ഇട്ട് തീരുമാനിക്കുന്നു ആരാദ്യം നേരെ വെക്കണം, ആരാദ്യം കമത്തി വെക്കണം.
ഇതിൽ ആര് ജയിച്ചു എന്നുള്ളതിലൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. ആരോ ജയിച്ചു, ഏതോ ഒരു ടീം ജയിച്ചു, അത്രേ ഉള്ളൂ സംഭവം. അത്ര അറിഞ്ഞാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ക്ലാസ് ഔട്ട് ചെയ്യുന്നില്ല, അത് അത്ര അറിഞ്ഞാൽ മതി. ഈ ടീമിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഗ്ലാസ് തിരിച്ചു വെക്കലും കംതിരിച്ചിലും കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ഓടി വീട്ടിലോട്ട് വന്നിട്ട് ഇരുന്ന് WWE റെസ്ലിംഗ് കാണും. ഒരു റിങ് വലിച്ചു കെട്ടിയ ഒരു റെസ്ലിംഗ് നടത്തായിരുന്നു. അതേപോലെ ഉണ്ടായിരുന്നു ഇവരുടെ പ്രകടനം. ഇവർ ഗ്ലാസ് തട്ടിക്കളയുവാണോ, ഗ്ലാസ് എടുത്ത് എറിയുവാണോ, അടുത്തവൻ്റെ തലക്കൂടെ ചാടുവാണോ, എന്താ സംഭവം എന്ന് എനിക്ക് പിടികിട്ടിയില്ല. ഏതായാലും ഒരു ടീം 30 ഗ്ലാസ് പെറുക്കി വെച്ചു, മറ്റേ ടീം 8-9 ഗ്ലാസ് പെറുക്കി വെച്ചു. റനീഷയുടെ ടീം തോറ്റു, സ്വാഭാവികം. ആദ്യം രഞ്ജനയുടെ ടീം ജയിച്ചു, രണ്ടാമത് മാരാറുടെ ടീം ജയിച്ചു. ഏതോ ഒരു ടീം ജയിച്ചു, എനിക്കൊന്നും അറിയാൻ പാടില്ല. ഇതൊക്കെ കുറേ ടാസ്കുകളും കൊണ്ട് ഇറങ്ങിയേക്കുക. അങ്ങനെ ഈ ടാസ്കിൽ നിന്ന് പെർഫോം ചെയ്ത ആൾക്ക് ഇൻഫിനിറ്റി പെൻഡൻറ്റ് കൊടുക്കണമല്ലോ. ആ ഇൻഫിനിറ്റി പെൻഡൻറ്റ് കാണാൻ കൊള്ളാം കേട്ടോ. അത് ഡിസൈൻ ചെയ്ത ഡിസൈനർക്കെങ്കിലും മര്യാദ കൊടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല എന്തെങ്കിലും ടാസ്ക് പ്ലീസ്. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ 2 ഇതെങ്കിലും കൊടുക്കുക അവർക്ക്. ഇതിൻ്റെ പേര് പണ്ട് ബാലരമയിലൊക്കെ ഇങ്ങനെ വരച്ച ഹോഴ്സ് കിട്ടും, ഇങ്ങനെ വരച്ച സീബ്ര കിട്ടും, അങ്ങനത്തെ 2 സാധനം ഉണ്ടായിരുന്നല്ലോ, മറ്റേ വേർഡ്സ് വെച്ചിട്ടുള്ള. അങ്ങനെ എന്തെങ്കിലും കൂടു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, മറ്റേ ഇതിലെ ഇങ്ങനെ കുറേ ഒളിയും മറയും വെച്ചിട്ടേ ഇവിടുന്ന് ഇറങ്ങി കോഴിയെ കറക്റ്റായിട്ട് വീട്ടിൽ ചെല്ലാനുള്ള വഴി കാണിച്ചു കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും ടാസ്കുകൾ ചെയ്യും, കുറച്ചും കൂടെ രസമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇൻഫിനിറ്റി ടാസ്ക് കൊടുക്കാനായിട്ടൊരു അർഹതയുള്ളവനെ കണ്ടുപിടിക്കണമല്ലോ. അതിന് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, മായാവിയെ പിടിച്ച് കുപ്പിയിൽ അടച്ചുകൊണ്ട് വരാൻ പറ. നല്ലതായിരിക്കും. എൻ്റെ ഐഡിയാസ് അങ്ങനെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ടാസ്കുകൾ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഇൻഫിനിറ്റി ടാസ്ക് ഈ മാസ്പരിക ഗെയിം കളിച്ച് കിട്ടിയത് 1 ഈ പുള്ളിക്കാണ്, 2 ഈ പുള്ളിക്കാണ്, 3 ഈ പുള്ളിക്കാണ്. ഈ പുള്ളി മാത്രമേ മാന്യമായിട്ട് കളിച്ചു എന്നാണ് മാരിയാർ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ഈ 3 പേർക്ക് ഇൻഫിനിറ്റി ടാസ്ക് കിട്ടി. ഇൻഫിനിറ്റി ടാസ്ക് എന്തൊക്കെയാണ് ജാനി എന്ന് പറയുന്നത്. ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയവരെ പിടിച്ച് മാറ്റി ഇരുത്തിയിട്ട് മറ്റേ ഔട്ട് ഹൗസിലുള്ളവരെ ഇൻ ഹൗസിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഇവർ ഇൻ ഹൗസിൽ വന്നിട്ട് ഇവരെ വീണ്ടും 3 ടീമായിട്ട് തിരിച്ചു, 3 പേരുള്ള 2 ടീമായിട്ട് തിരിച്ചു. വീണ്ടും അടുത്ത എലിമിനേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ടാസ്ക്. എനിക്ക് ഈ ടാസ്ക് നിങ്ങൾ മറ്റേനും കൊടുത്ത പിന്നെയും മെച്ചമായിരുന്നു, പിന്നെയും കൊള്ളായിരുന്നു. ശരി, ടാസ്കിലുള്ള പ്രത്യേകത, ഈ ടാസ്കിനകത്ത് ഇവിടുന്ന് ഒരാൾ വരണം, അവിടുന്ന് ഒരാൾ വരണം. എന്നിട്ട് ഇവർക്ക് 2 പേർക്കും 2 മിനിറ്റ് വെച്ച് 4 മിനിറ്റ് കൊടുക്കും. ഈ 4 മിനിറ്റിനകത്ത് ഒരു ചിരി, ഇരിച്ചിരി, ബമ്പർ ചിരി, അത് കഴിച്ചു വെച്ചാൽ പോരാ. അതേപോലെ ആയി സാധനം. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ട് പറയണം, ഞാനാണ് ഇവിടെ നിൽക്കുക എലിജിബിൾ, നീ എലിജിബിൾ അല്ലേ എന്ന് പറയണം. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് ഒരു ചിരി, ഇരുചിരി, ബമ്പർ ചിരിയിലെ സ്റ്റാൻഡപ്പ് കോമഡി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ആദ്യം ഈ ചെറുപ്പക്കാരനും നമ്മുടെ അഭിറാം ഈ ചെറുപ്പക്കാരനും കൂടാണ് പങ്കെടുത്തത്. ഞാൻ ഇതിൽ നിൽക്കാൻ എലിജിബിളാണ്, അവൻ എലിജിബിൾ അല്ല, ഇതാണ് സംസാരിക്കേണ്ടത്. ഇവർ സംസാരിച്ചത് ഞാൻ LGBTQ സപ്പോർട്ട് ചെയ്യുന്നു, നീ LGBTQ സപ്പോർട്ട് ചെയ്യുന്നില്ല, നീ എലിജിബിൾ അല്ല. എന്താ, എനിക്ക് ഒന്നും പറയാനില്ല, പാസ്. ഞാൻ എന്നോടല്ല ഈസി ക്വസ്റ്റ്യൻ ചോദിക്കാം, ഉത്തരം പറയുന്നത് ഇതൊക്കെ എന്തൊരു പറയട്ട് നമ്മൾ. ഓക്കെ, രണ്ടാമത്തെ ഇത് ഓർഡറിൽ തന്നെ ഈ പെൺകുട്ടി വന്നു, അപ്പുറത്തെ ആ പെൺകുട്ടി വന്നു. മൂന്നാമത്തത് ഈ ചെറുപ്പക്കാരൻ വന്നു, അപ്പുറത്തേൽ ഈ പെൺകുട്ടി വന്നു. ഇങ്ങനെ ഇവർ തമ്മിൽ അഗ്നി പരീക്ഷണം നടന്നു. ആ പരീക്ഷണം നമ്മൾ കണ്ടു തീർത്തു നിർവൃതി അടഞ്ഞ് ഇതിൽ നിന്ന് കുറച്ച് പേരെ എലിമിനേറ്റ് ചെയ്തു. ഇതൊരു ടാസ്ക്. എനിക്ക് മാരാരെ ഓർത്ത് എനിക്ക് വിഷമമുള്ളത്, ഇതൊക്കെ എങ്ങനെ ഇരുന്ന് ജഡ്ജ് ചെയ്യുന്നു പുള്ളി. അത്യാവശ്യം ബുദ്ധിയും ബോധമൊക്കെ ഉള്ള മനുഷ്യനായിരുന്നു. ഓക്കെ, എലിമിനേറ്റ് ആയത് നമ്മുടെ അഭിറാം എലിമിനേറ്റ് ആയി. ദിസ് ഈസ് നോട്ട് ഫെയർ. നമുക്ക് പറയാം, നിങ്ങൾ പുറത്തോട്ട് നിങ്ങൾ പറഞ്ഞ പ്രശ്നം, പക്ഷെ നമ്മൾ പറയും ദിസ് ഈസ് അൺഫെയർ. എനിക്ക് പുള്ളിനെ ഇഷ്ടമായിരുന്നു കേട്ടോ, പുള്ളി നൈസായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ പുള്ളിനെ കടപ്പുറത്ത് നമ്മുടെ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ പോലെ പുള്ളീനെ എലിമിനേറ്റ് ആക്കി. ഇതാണ്ട് ഈ പുള്ളിക്കാരനെ എലിമിനേറ്റ് ആക്കി. യവന്മാർ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത്. രണ്ടും പൊക്കോ, നീയും ഇവനും വലിയ ബെറ്റർ എന്ന് കാണിക്കാൻ നിന്നേ. നീ പുറത്തു പോയിട്ട് കുടിക്കോ, 2 പേരും പോക്കോ, 2 പേരും ഇറങ്ങിപ്പോക്കോന്ന് പറഞ്ഞ് 2നെ ഇറക്കി അങ്ങോട്ട്. ഓക്കെ, പിന്നെ അടുത്തത് ഈ പെൺകുട്ടീനെ എലിമിനേറ്റ് ചെയ്ത് എവിക്റ്റ് ചെയ്ത് വിട്ടു, ഈ പെൺകുട്ടീനെ എലിമിനേറ്റ് ചെയ്ത് എവിക്റ്റ് ചെയ്ത് വിട്ടു. ഇതൊക്കെയാണ് ഇന്നത്തെ ബിഗ് ബോസിനകത്ത് സംഭവിച്ചത്. എങ്ങനെയുണ്ട്? കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?
അഗ്നി എങ്ങനെയുണ്ട്? പൊട്ടിത്തെറിച്ചോ? തീഗോളമായിട്ട് മാനത്തോടി ഇങ്ങനെ പറന്ന് കൊള്ളാം. ഞാൻ എൻ്റെ മറ്റൊരു ചാനലുമായിട്ട് ഈ സാമാനം കൊളാബ് അടിക്കുന്നുണ്ട്. പറ്റുന്നവരൊക്കെ ആ കൊളാബും കൂടെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യട്ടോ. അതും കൂടെ ഒന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടോട്ട്. ബിഗ് ബോസ് രക്ഷപ്പെടുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തും. മറ്റൊരു ഡേറ്റാണ്.